എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ബേലൂരാണ്. ഇപ്പോൾ നമ്മൾ നേപ്പാളിലേക്ക് ലോഡ് കയറ്റാനായിട്ട് രാവിലെ ഇപ്പം ചിക്മംഗ്ലൂരിലേക്ക് പോവാണ്. നമ്മൾ പോയി വണ്ടി എടുത്തോ, പോയേക്കാം. ഇപ്പോൾ അതേ സമയം രാവിലെ 8 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്തേക്ക് ഒരു 10-25 കിലോമീറ്റർ ദൂരവും കൂടെ ഉള്ളൂ. മിനിയാന്ന് വൈകിട്ട് വന്നതാ. അതെ, മിനിയാന്ന് കയറ്റേണ്ട ലോഡായിരുന്നു. ലേറ്റായി പോയോണ്ട് കയറ്റാൻ പറ്റിയില്ല. ഇന്നലെ കമ്പനി അവധിയായിപ്പോയി. അപ്പം നമ്മളിവിടെ സ്റ്റേ ചെയ്തു. രാവിലെ കന്നഡ ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത് ഇന്ന്. അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് പോകുന്നത് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കാണ്. കാര്യം നമ്മൾ 3 വർഷം മുമ്പ് ഒന്ന് നേപ്പാളിന് പോയതാണ്. പക്ഷെ അന്ന് ഞാനും ചേട്ടായും കൂടെ ആയിരുന്നു പോയത്. അത് തന്നെയല്ല, ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ നേപ്പാളിനകത്ത് ഓടിയുള്ളൂ, ലോറിയായിട്ട് ഓടിയുള്ളൂ. ഇപ്രാവശ്യം ഏകദേശം ഒരു 100-300 കിലോമീറ്റർ നേപ്പാളിനകത്ത് ഓടുന്നുണ്ട് നമ്മൾ. ഇപ്രാവശ്യം ഞങ്ങൾ അമ്മയും മോളും കൂടാണ് ലോറി ഓടിച്ച് ലോഡുമായിട്ട് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നത്. ഈ കർണാടകയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മുള്ളയങ്കിരി പീക്ക് ഈ ചിക്കമംഗ്ലൂരിനടുത്താണ്. അതുപോലെ ഈ ചിക്കമംഗ്ലൂരിൻ്റെ പേര് ഇളയ മകളുടെ നഗരം, ഈ പേരിൻ്റെ അർത്ഥം. കന്നഡയിലോ? അങ്ങനെ പേര് വരാൻ കാരണം സഖ്രാപട്ടണത്തിൻ്റെ തലവനായ രുക്മാംഗതയുടെ ഇളയ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുത്ത സ്ഥലമാണെന്ന് പറയുന്നത് ഈ പട്ടണം. പിന്നെ കുതിരമുഖ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ? അത് ട്രെക്കിങ്ങിന് പറ്റിയ അടിപൊളി സ്പോട്ടാ. കുതിരമാനുള്ള ബോർഡേ കണ്ടുള്ളൂ കേട്ടോ. ബോർഡേ കണ്ടുള്ളൂ. കഴിഞ്ഞ ദിവസമല്ലേ, ഇന്ന് രാവിലെ വന്നപ്പോൾ. അതെ രാവിലെ ആയിരുന്നു. ശരിയാ. ചിക്കമംഗ്ലൂർ ഇറങ്ങാനായിട്ടൊന്ന് വരണമല്ലോ ഇനി. ഇവിടെ ഇഷ്ടംപോലെ കാണാനുണ്ട്. കൊടകിന്റെ കുറെ ഭാഗങ്ങളും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ശൃംഗേരി 98 കിലോമീറ്റർ, കൊരനാട് 102, കുതിരമുഖ് 118. ഈ കുതിരമുഖ് ഒരു ക്ഷേത്രമുള്ളതല്ലേ അവിടെ? അതെ. ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ച 4 മഠങ്ങളിൽ ആദ്യത്തെ മഠം ഈ ശൃംഗേരിയിലാണ്, ശാരദാപീഠം. പിന്നെ ഒരു മഠം നമ്മൾ പോയ ബദ്രീനാഥിലേക്ക് പോകുന്നിടത്തെ ജ്യോതിർമഠമാണ്. ശരിക്കും ജ്യോതിർമഠം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഇതൊരു സ്കൂളാണ്, പഴയ ഒരു സ്കൂളാണ്. വലിയ ആൽമരങ്ങൾ, ഇതൊക്കെ പേരാല. പുത്ത ട്രാവൽ വ്ളോഗിന്റെ K2K വുമൺ ട്രക്ക് ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെന്തിത്തോട്ടം. ഇവിടെ ജമന്തിത്തോട്ടം. അയ്യോ നല്ല രസം. ഇങ്ങോട്ട് നോക്കി. ഇവിടെ എല്ലാം ഒരുപാട് കൃഷികളുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിയില് കാമാരൊക്കെ രാവിലെ പൂറക്കാൻ വന്നിരിക്കുക. ആ വീടിന് ചുറ്റും പോകുന്നോട്ടോ. ഈ ആൽമരത്തിലെ ഇല മുഴുവൻ പൊഴിഞ്ഞു പോയി, ഒറ്റ ഇലയില്ല. തളുത്ത് വരുന്നുണ്ട്. എന്നാ വലിയ ആലല്ലേ. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ? നോക്കി, ഇതുണ്ടോ? ഇതൊക്കെ റോഡ് വീതി കൂട്ടി വന്നാൽ ഇതെല്ലാം വെട്ടിക്കളയും. രാവിലെ ഒരു ചായ പോലും കുടിച്ചില്ല. അതെ. ഏതൊക്കെയാലും നമുക്കേ നമ്മൾ കമ്പനി ചെന്നിട്ട് ഇനിയിപ്പം ചായ കുടിക്കുകയോ കാപ്പി കുടിക്കുകയോ ഒക്കെ ചെയ്യാം. കളവണ്ടി കൃഷിസ്ഥലത്തേക്ക് പോവാ രാവിലെ. ഇങ്ങോട്ടൊക്കെ പിന്നെ ഇഷ്ടംപോലെ കാളവണ്ടികളൊക്കെ കാണാം. പഴയ മോഡൽ വീടുകളുണ്ട്, 2 നിലയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് കൃഷികളുണ്ട്. അതുപോലെ കേട്ടോ, കമുകും തോപ്പ്. അതെ, പച്ചക്കറികളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഈ ഏരിയയിൽ. വെൽക്കം ടു ചിക്കമംഗ്ലൂർ, ലാൻഡ് ഓഫ് കോഫി. ഒരു തടിമില്ല ഇത്. പുളിയുടെ തടി പോലെ കിടക്കുന്നു. പുളിയല്ല, ഏതായാലും പാഴുതടികളായിരിക്കും. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതല്ലേ വലിയ മില്ല. അതെ, ഇവിടെ എല്ലാവേ കാപ്പിത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാപ്പി എസ്റ്റേറ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടില്ലേ? വന്ന വഴിക്ക് ഉണ്ടായിരുന്നു. കുടകിന്റെ ഒരു ഭാഗമാ, ഒരു സൈഡാ. നമ്മളെ കൂളന്റ് ചെറിയ ലീക്കുണ്ട്. അപ്പം അതിനിപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനെ കാണിക്കാം. ഒരു ക്ലിപ്പ് ലൂസായി പോയാൻ തോന്നുന്നു, ഹോസ് ക്ലിപ്പ്. ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു. അപ്പോൾ അത് ഒന്നെങ്കിൽ പോകുന്ന വഴിക്ക് വർക്ക്ഷോപ്പിൽ കാണിക്കുക, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ലോഡ് കയറ്റുന്ന സമയത്തേ ക്യാബിനൊന്ന് പൊക്കി നോക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. മുറിക്കാൻ മതിയെങ്കിലേ മുറുക്കാം. അതാ അലാറം അടിക്കുന്നത്. ചില സമയത്തേ ഉള്ളൂ അല്ലേ? ചില സമയത്തേ ഉള്ളൂ, എപ്പോഴും ഇല്ല. 6 വീൽ വണ്ടികൾ എത്ര വണ്ടി കിടക്കുന്നതെന്ന് നോക്കി. അത് ചിലപ്പോൾ ഇവിടുന്ന് ഈ സിമെൻ്റൊക്കെ വരും വാഗണിൽ, ട്രെയിനിൽ. അത് ലോക്കൽ ഓടുന്ന വണ്ടികളാണ്. അത് കയറ്റാൻ വേണ്ടിയിട്ട് കിടക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. ചിക്കമംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ വണ്ടികളുണ്ട്, എല്ലാം ടാറ്റ വണ്ടിയാണ്. 6 വീൽ വണ്ടികൾ. KA 18 ചിക്കമംഗ്ലൂർ കേട്ടോ, രജിസ്ട്രേഷൻ. ഇൻഡസ്ട്രിയൽ ഏരിയ.
തടി എത്ര ലോഡാണ് കിടക്കുന്നത് നോക്കി. ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം ഈ തടികൾ കയറി വരുന്നുണ്ട് പ്ലൈവുഡ് ഉണ്ടാക്കാനൊക്കെ. ഇത് മുട്ടാന്ന് തോന്നുന്നു അല്ലേ? മുട്ട അല്ല പക്ഷേ നീളമില്ല ഇതിന്. തീ കത്തിക്കാൻ നല്ല വിറവ്. ആ ഇതും പൊളിക്കുമായിരിക്കും. ഓ ഇതുണ്ട്, ഇതിന്റെ ബോഡി അടക്കം തള്ളി പോകുന്നല്ലേ ഈ വണ്ടിയുടെ. ട്രാക്ടർ അല്ലേ, എന്തോ വണ്ടിയാന്ന് നോക്കിയാൽ തടിയും കൊണ്ടുള്ള. ഇവിടെ ഇഷ്ടംപോലെ ഈ പാഴ്തടികളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി കാല് തൂക്കിയിട്ട് വേണം പോകാൻ. ഇച്ചിരി റൈറ്റ് 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 റൈറ്റ്. നേരെ നേരെ. രണ്ടുപേരും ഇറങ്ങുക. നമ്മുടെ കാലി വണ്ടി തൂക്കി ഇനി ലോഡ് കയറ്റിയിട്ട് ഒന്ന് തൂക്കണം. ഇതുണ്ടോ തടി ഇറക്കുന്ന ക്രെയിനാ. അതിൻ്റെ തുമ്പത്തെ ഇതുണ്ടോ, അതിങ്ങനെ അങ്ങ് തുറന്നിട്ട് അപ്പം നമ്മൾ ലോഡ് കയറ്റുന്ന കമ്പനിയിലെത്തി. കമ്പനിക്കകത്ത് ചിലപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരിക്കും. മതി 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 മതി. പെട്ടെന്ന് വല്ലതും വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പെട്ടെന്ന്. ലോഡിങ് തുടങ്ങുന്നതിന് മുമ്പ്. അല്ല ലോഡിങ് ആണെങ്കിൽ പിടിച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് വണ്ടി പിടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. വിശക്കാൻ തുടങ്ങി, സമയം 9:45. എന്നാൽ വല്ലതും കഴിക്കാം. സ്റ്റവ് കത്തിക്കൂ. ആരാ കോ ഡ്രൈവറാണോ? ആരാ കുക്ക് ഈ പ്രാവശ്യത്തെ മെയിൻ കുക്ക് ആരാ? ഒന്നും അറിയത്തില്ല. തിരിഞ്ഞിരുന്നേക്കാം, മൈൻഡ് ചെയ്യണ്ട, കുറച്ച് പോവായിരിക്കും. അപ്പോൾ അതെ ഞാൻ പറഞ്ഞില്ലേ കൂളൻ്റ് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഇപ്പം മാറിയില്ല. ഇതുണ്ടോ? അതെന്നാന്നറിയോ, ഇതേ ഇന്നലെ തണുത്ത് കിടന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇതുണ്ട് കൂളൻ്റ് ലീക്ക് അയക്കുന്നത് ഇങ്ങോട്ട്. പല കളറിലുണ്ട്. ഹോസ് ക്ലിപ്പ് ലൂസ് അതൊന്ന് നോക്കണം. നമ്മൾ ലോഡ് കയറ്റാൻ പിടിച്ചു കഴിഞ്ഞാച്ചേ ഒന്ന് ക്യാബിൻ പൊക്കി നോക്കാം. അപ്പം തണുത്ത് കിടക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയ ലീക്കൊക്കെ ഉള്ള തണുത്ത് കിടന്ന ലീക്ക് ഉണ്ടാവും. അത് ചൂടാകുമ്പോൾ അത് മാറും. ഇപ്പം കണ്ടോ ലീക്കില്ലോ, ആ സമയം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. ജലജ 44. नहीं ये कितने ईयर से कर काम अभी 4 साल से रेगुलर. नो यू सेफ्टी है. हाँ सेफ्टी. कुछ आइए ऊपर बात. ओके ओके താങ്ക് യു. അപ്പോഴേ പക്ഷെ എൻ്റെ പ്രായം എല്ലാവരും അറിഞ്ഞല്ലോ. അല്ല അവിടെ ഇറങ്ങി വന്നപ്പോഴേ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു ലേഡി ഡ്രൈവറെ പകലി ബാർദേക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ പ്രാവശ്യത്തെ ആദ്യത്തെ കുക്കിംഗ്, നേപ്പാൾ ട്രിപ്പിലെ ആദ്യത്തെ കുക്കിങ്ങാണ്. അപ്പോൾ അത് അവർ ഡോറെല്ലാം തുറന്ന് ലോഡ് കയറ്റാൻ തുടങ്ങുക. ഇരുന്നോണ്ട് കുക്ക് ചെയ്തു കേട്ടോ. നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് ഒരു കസേര കിട്ടു കൊടുത്തേക്കാം. സ്നേഹം ഈ എല്ലേ ജയ രതീഷ് ജലജ രതീഷ് RATH ATHEESH. അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റാൻ വേണ്ടി അകത്തെല്ലാം പ്ലാസ്റ്റിക്കെല്ലാം ഇടുക. ഏതൊക്കെയാലേ വേബ്രിജിൻ്റെ അവിടെ തൂക്കാൻ ചെന്നാൽ ഭയങ്കര പൊടിയായിരുന്നു. പക്ഷേ ഇത് കമ്പനി നല്ല കമ്പനിയാണ്, പൊടിയൊന്നുമില്ല. അകത്തെല്ലാം പ്ലൈവുഡ് വെച്ച് പാക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലൈവുഡ് പീസുകളാണ്. ആദ്യം കടുങ്കാപ്പി വെച്ചോ? ആദ്യം കടുങ്കാപ്പി വെച്ചു. രാവിലെ കടുങ്കാപ്പി ഒന്നും കുടിച്ചില്ല, അതുകൊണ്ട് ഇന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ലോഡിങ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലോറൊക്കെ ഫ്ലോർ ചെയ്യുന്ന മെറ്റീരിയൽ ഏത് പ്ലൈവുഡ് പോലുള്ള തടി ഫ്ലോറിങ്, വുഡൻ ഫ്ലോറിങ് ചെയ്യുമല്ലോ, അത് ആ സാധനമാണ്. നിങ്ങളെ മോളുടെ ഓഫീസിലോട്ട് വിളിച്ചിട്ടോ? ഞങ്ങളവിടെ മാഡം ഞങ്ങളെ ഒന്ന് വിളിച്ചു, ചായയൊക്കെ തന്നു. കടുങ്കാപ്പി കുടിച്ചായിരുന്നു. ഞാനിവിടെ കടുങ്കാപ്പിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. അയ്യോ, അപ്പൊ നിങ്ങൾ തന്നെ പോയി ചായ കുടിച്ചിട്ട് വന്നല്ലേ? ഞങ്ങൾ പറഞ്ഞ ചായ വേണ്ട, ഞങ്ങൾ ഇവിടെ കാപ്പി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ നിർബന്ധം ഞങ്ങൾ കാപ്പി കുടിക്കണമെന്ന്. പിന്നെ അത് കാപ്പി കുടിക്കാതെ പോരുന്നത് ശരിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഓരോ കാപ്പി കുടിച്ചല്ലേ. കാപ്പി കുടിക്കാത്ത മൊത്തം ഒരു കാപ്പി കുടിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായത് കണ്ടോ, ഇതിനകത്തോട് നോക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കുക. സീഡെല്ലാം കൂടെ പംകിൻ സീഡ്, ചിയ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ നമ്മുടെ എള്ള്, പിന്നെ ഇതെന്തുവായിരുന്നു മറ്റേ തലച്ചോറില്ലേ, അത് തന്നെ, അത് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതാരും അനുകരിക്കരുത്, ഇത് നല്ല സാധനം. ഇത് ഡെയിലി രാവിലെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ല നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയതാണ് ഇത്.
അമ്മ എന്നോട് പരസ്യം നടത്തിക്കൊണ്ടിരിക്കണം. എന്താ ഇതില്ലേ, ഇതിന്റെ പ്രൊമോഷനാണോ? അത് പ്രൊമോഷൻ. ഇതിനകത്ത് ആദ്യം കുറച്ച് റോൾ ഡോട്ട്സ് ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ആ സീഡ്സ് ഒരു 2 സ്പൂൺ ഇട്ടാൽ മതി. എള്ളാണോ അത് മൊത്തം? വെള്ളമൊക്കെ നല്ല വെള്ളം ഇച്ചിരി എടുത്തപ്പോൾ കൂടിപ്പോയായിരുന്നു. എല്ലാം മിക്സ് ചെയ്താണോ? എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്താന്ന്. ഇത് ഓരോരോ കുപ്പിക്കകത്തിട്ടുകൊണ്ട് വരണ്ടേ, ആകുമ്പോൾ എളുപ്പമുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണമെങ്കിലുണ്ടല്ലോ ഇപ്പോൾ 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇത് വേവും. പിന്നെ അതിനകത്തോട്ട് വേണമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ചുമ്മാ ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് വേണമെങ്കിൽ നല്ലതാണ്. ഇച്ചിരി ഉപ്പ് ഒഴിച്ചാൽ മതി. അല്ല വേണേൽ പാല് വേണേലും ഒഴിക്കാം. ഇതേ സമയം പോകുന്നു, പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. സമയം പോകാൻ ഇത് 5-6 മണിക്കൂർ എടുക്കും ലോഡ് കയറ്റി കിട്ടണം. അതല്ലെന്ന് വിശക്കുന്നു. അങ്ങനെ നിങ്ങൾ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കും. കടുങ്കാപ്പി കുടിച്ചില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളൊരു കടുങ്കാപ്പിയെ കുടിച്ചോളൂ, അല്ലെ ചായ കുടിച്ചോളൂ, അല്ലേ കാപ്പി. ഇതേ ഉള്ളോ? ഇത് പോരെ, ഇത് കഴിച്ചാൽ ഉച്ച വരെ വിശക്കത്തില്ല. ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ? നല്ലല്ലേ? ടേസ്റ്റ് ഉണ്ട് ഇതിന് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ വിശന്നിരുന്ന് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വീട്ടിലാണ് ഞാനിത് കഴിക്കാത്തതാണ്. ഇപ്പൊ വിശപ്പുള്ള വീട്ടിൽ ഞാൻ രാവിലെ ഇത് കഴിക്കാൻ നേരം കൊടുക്കുമ്പോൾ ഇതിനോടൊക്കെ ഒരു പുച്ഛവാ. വേണ്ട. അരി എന്തേരം ഇടണ്ടേ? അരി ഒരു 3 നാഴി ഇട്ടോ. 3 ഗ്ലാസ്സാ? 3 ഗ്ലാസ്. 3 നാഴി. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കോ ഡ്രൈവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത ട്രിപ്പ് തൊട്ട് സ്ഥിരമായിട്ട് കൊണ്ടുവരണോ വേണ്ടതെന്ന് ആലോചിക്കാം. ഡ്രൈവർമാർ കുറേ ഉള്ളതുകൊണ്ട് മാറി മാറി കൊണ്ടുവന്നു. കുറച്ച് പാത്രം കഴുകാനുണ്ട്. അരി കഴുകിയിട്ട് പാത്രം കഴുകുന്നോ അല്ലേ? അരി കഴുകിയിട്ട് ആക്കിയോട്ടെ. ഇനി നമുക്ക് അരി ഇടാം. അപ്പോൾ അരിയൊക്കെ ഇട്ടു. നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അച്ചമ്മയോടെ കുറച്ച് സവോളയും ഉള്ളിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. അച്ചമ്മ സവോള ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഉള്ളി വെക്കാൻ മറന്നുപോയി. ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിക്കാൻ പഠിച്ചതുണ്ടോ? കറക്റ്റായിട്ട് പൊട്ടിച്ചു. അതാണ്ട് വെള്ളം കുടിച്ചോ? അല്ല പോ. ഞാൻ വായിക്കത്തോട്ട് എങ്ങനെ? നല്ല വെള്ളമാണോ? നല്ല വെള്ളം, നല്ല മധുരമുണ്ട് കേട്ടോ. ഓ താങ്ക്സ്. വേണോ? പിടിച്ചോ. തേങ്ങ എന്തിനാ? ചമ്മന്തിയോ? ചമ്മന്തി അരയ്ക്കാൻ പോകണോ? കഞ്ഞി റെഡിയാകുന്നുണ്ട്. കഞ്ഞി ഇപ്പം റെഡിയാവും. മിക്സിയിലടിക്കാനാണോ തേങ്ങ? പുളിയിട്ട് മിക്സിയിലടിക്കാൻ വേണ്ടിയാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മിക്സി വർക്കിംഗ് അല്ലായിരുന്നു. അപ്പം നമ്മുടെ ലോഡ് ഇങ്ങനെ പകുതിയായില്ല, ഒരു 30%. 30%? അതിൽ കൂടുതലായില്ലേ? ഇല്ല, ലോഡിങ് പെട്ടെന്ന് ആകുന്നുണ്ട്. വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മുടെ വണ്ടി മാത്രമേ. ഇതേ പുതിയ മിക്സി മേടിച്ച ഇന്നാള്, പക്ഷേ ഈ വണ്ടിയിലിരുന്ന് ഇത് ഒരഞ്ഞൊരഞ്ഞതിൻ്റെ ഗ്ലാമറൊക്കെ പോയി. അതങ്ങനെ. എന്നിട്ട് ഞാനിതൊരു കവറിനകത്ത് പോഞ്ഞു വെക്കുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടല്ലേ മൊത്തം ഒരഞ്ഞു. ചമ്മന്തി അരയ്ക്കാം കേട്ടോ. ലൊട്ടിലൊടുക്ക് ചമ്മന്തി എന്നോ, ഉള്ളിയൊന്നും ഇടാത്ത ചമ്മന്തി. ഉള്ളിയൊന്നും ഇല്ല. പിന്നെ എന്നാ ചമ്മന്തി അത്? വിശക്കുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റാണ്. അല്ല, അതങ്ങനെ തന്നെയാ. കഞ്ഞി വെന്തോ? കഞ്ഞിയൊക്കെ ഇതില്ലേ അടിപൊളിയായിട്ട് വെന്തു. ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞി തടയിട്ടേക്കുന്നത് ഇവിടെ. അതെ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. കൊള്ളാം. ഇവിടെ ലോഡെല്ലാം കയറ്റി തീരാറായി. ഒരു 3/4 മുക്കാൽ ഭാഗമായി. 75-80% ലോഡ് കയറ്റി കഴിഞ്ഞു. ബാക്കിയും കൂടെ കയറണം. അവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വണ്ടി ഷെഡിനകത്ത് കയറ്റിയിടണം, മഴ ഇവിടെ എപ്പോൾ പെയ്യുമെന്ന് പറയാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു സാറില്ല, ഞങ്ങൾ വണ്ടിയിലുണ്ടല്ലോ. അത് പറ്റത്തില്ല, ആദ്യം ഷെഡിൽ കയറ്റിയിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷെഡിലേക്ക് കയറ്റിയിട്ടേക്കാം. ഇവിടെ നിന്ന് തന്നെ ഇനി ബാക്കി കയറ്റുന്നത്, കുറച്ചുകൂടെ കയറ്റാനുള്ളൂ. അവർ പറഞ്ഞ സത്യം. മഴ തുടങ്ങി. മഴ തുള്ളിയുണ്ടല്ലോ, ഭയങ്കര തുള്ളിയാണ്. ഞാൻ ഓർത്ത് ഇവിടെ മഴ പെയ്യുമെന്ന്. ഇപ്പം എന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നല്ലോ രാവിലെ. ഇന്നലെ മഴയല്ലായിരുന്നോ? ഇന്നലെ മഴ ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ തന്നെ പോയാലേ കഞ്ഞി ഇങ്ങോട്ട് വരികയല്ല. കഞ്ഞി ഒരു 2 കുക്കറുണ്ട്, ബക്കറ്റുണ്ട്. വാ, കോ ഡ്രൈവർ വാ. കോ ഡ്രൈവറാ വിളിച്ചോണോ ഇതിനെല്ലാം? മഴ പെയ്യാറാൻ തുടങ്ങി. കളയണ്ട റൈസ് ജ്യൂസ് കളയരുത്. നല്ല കൊഴുപ്പായി കുക്കറിനകത്ത് ചോറ് വെച്ചോണ്ടേ. അപ്പോഴേ ഇന്നത്തെ ഈ ചോറും കറികളും ഒക്കെ ഇതെല്ലാം നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നാന്ന് വെച്ചാൽ കറിയൊന്നുമില്ല. അച്ചാറും ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ ചോറ് ഇങ്ങനെ കഴിക്കുന്നത് വഴി കേട്ട് മടുത്ത് ഞാൻ രാജിവെച്ച് പോകും. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിപ്പോ എടുത്ത് പിടിച്ചോ പെട്ടെന്നായി പോയി ട്രിപ്പും പ്ലാനിങ് ഒക്കെ. നമുക്ക് കുറച്ച് മീനച്ചാറൊക്കെ. മീനച്ചാറോ പിന്നെ
പല സാധനങ്ങളുണ്ടല്ലോ. പക്ഷെ വീട്ടിലിരുന്ന വല്ലതും എടുത്തോണ്ട് ഞാൻ പറ്റായിരുന്നോ? ഇതന്നെ കണ്ണിമാങ്ങയാണ്. അതെ കണ്ണിമാങ്ങ അല്ല, കണ്ണിമാങ്ങ പറയും, ഇത് നാരങ്ങയോ ഫുള്ള് ഒരേ നാരങ്ങയായിട്ട് അച്ചാറിട്ട. നാരങ്ങ അതിൽ നിന്ന് ഞാൻ കൂട്ടത്തില്ല, ഒരു ശര ഇട്ടാൽ മതി. അല്ല ഇത് മുറിച്ച് 3 പേർക്ക് കൂടെ എടുത്താൽ മതി, ഒത്തിരി അച്ചാർ കഴിക്കാതിരിക്കുന്നത് നല്ലത്. ഗ്രേവി ഇല്ലേ, ചാറില്ലേ? ചമ്മന്തി ആർക്കും വേണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട്. അല്ല വേറെ മാർഗ്ഗമില്ല, ഒന്നുമില്ലല്ലോ. ഇത് കഞ്ഞിയായിരുന്നു, എന്ത് സുഖമായിരുന്നു. അടുത്ത് എവിടെന്നേലും പോയി ഇത്തിരി തൈര് മേടിക്കാന്ന് വെച്ചാൽ കട പോലും ഇല്ല. തൈര് മേടിക്കണ അടുത്തും കടയൊന്നുമില്ല. അച്ചാർ അതെടുത്തോ. അച്ചാറിന്റെ ആൾക്കാരെ ഇവര്. എനിക്ക് ചാറ് മതി. അച്ചാറിന്റെ അച്ചാറിന്റെ ചാറ് മതി. ഇങ്ങനെ തന്നെ പോലും ചാറുണ്ടല്ലോ. കഷ്ണം വേണ്ട. എന്നാ ഈ നാരങ്ങ അങ്ങനെ എടുത്തോളാം, തീരുന്നതിനനുസരിച്ച്. ഇപ്പൊ ഇത്ര കിട്ടുള്ളൂ, അതുകൊണ്ട് വേണ്ടാനിട്ടല്ലോ. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ സൈഡിലേക്ക് പൊങ്ങി നിൽക്കുന്ന പ്ലൈവുഡിൻ്റെ കഷ്ണം കട്ട് ചെയ്യണം, എന്നിട്ട് വേണം പടുതയിടാൻ. അതെ, ലോഡൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയും പെയ്യാൻ തുടങ്ങി. തണുപ്പുമായി അല്ലേ? തണുപ്പായി, നല്ല ഇറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ്. പറഞ്ഞാൽ ഹിൽ സ്റ്റേഷൻ അല്ലേ? അതെ. മഴ വന്ന് നല്ലപോലെ ഒന്ന് ചാറി, എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞ് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. ഇടിമുഴക്കമൊക്കെ ഉണ്ട്, പെയ്യുമെന്ന് തോന്നുന്നു. അതെ, ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനി മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറും കൂടെ പോയി പടുതായൊക്കെ കേട്ട് വേണോ? ഇവിടെ ഇഷ്ടം പോലെ പ്ലൈവുഡ് കമ്പനികളുണ്ടെന്ന് തോന്നുന്നു. മുമ്പേ ഒരു വണ്ടിയിൽ അറക്കപ്പൊടി പോകുന്നത് കണ്ടു. ഇപ്പോൾ ഇത് തടിയുടെ വേസ്റ്റാണ്, പുറകോട്ടെന്ന് നമ്മൾ പറയും. കത്തിക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ, ആന്ധ്ര വണ്ടിയാണ്. വൈശാഖ നീ കർണൂൽ ആന്ധ്ര. അപ്പോൾ പുള്ളി ലോറി കൊണ്ട് വന്ന. അപ്പോൾ ഇവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നാ. അപ്പോൾ നമ്മുടെ ഈ ലോഡ് കയറ്റുന്നോണ്ട് ഇന്ന് ഇറക്കിയില്ല. ഇനിയിപ്പോൾ കൽ കാലിയോ ജായ അപ്പോൾ നമ്മൾ രാവിലെ ലോഡ് ഇറക്കുള്ളൂ. വൈശാഖ വന്നാ വിശാഖപട്ടണം. ഞാൻ നാം കെ രാംമോഹൻ. അതൊക്കെ മുകളിലേക്ക് കയറാം, പടുതാക്കി എടുക്കാം. പടുത അവർ കെട്ടിത്തരും, എന്നാലും പടുതാക്കി ഒന്ന് കാണിച്ചു കൊടുക്കണ്ട. അപ്പം നമുക്കേ നമ്മളെ കാരിയർ തുറക്കാം. അപ്പം ആദ്യം നമുക്ക് കോട്ടൺ പായ ഇടാം. വലിക്കാൻ ഉപ്പർ കിച്ച് മുകളിലോട്ട് വലിക്കാൻ. ഇവരെ പടുത കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മൾ കുറേ കൂടെ നിന്ന് പറഞ്ഞു എടുത്തില്ലെങ്കിൽ പണിയാ. നൈലോൺ പടുതയല്ല എടുത്തിടുന്നേ? നൈലോൺ. സൈഡിൽ സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ. അതെ, മുകളിൽ നിൽക്കുന്ന വളരെ ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ. എനയുടെ അകത്തോടെ എടുത്തോ കൊളുത്തിട്ട്. ഇതിന്റെ സൈഡിൽ കൂടെ അല്ലേ പോയെ? ഏതൊക്കെ വൈസ ടൈറ്റ് കറണ ചെയ്യും. നല്ലപോലെ കെട്ടുന്നവരാണെങ്കിൽ ഇത്രയും കെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വെച്ചാൽ ഇവര് വലിക്കുന്ന അത്രയും ബസ് ഇതിനകത്തേക്ക് അതിൻ്റെ അവിത്തയുടെ ബീജ്മെൻ തേക്കണ എന്നോ ഏച്ചോ കിച്ചനൊക്കെ നെയ്യാത്ത. ഇതിപ്പോൾ പറഞ്ഞാൽ ഇവിടെ വെക്കുകയാണല്ലേ, അല്ല നല്ല സെറ്റായില്ലേ, പടുത പറക്കത്തില്ല. അപ്പറയും കൂടെ വെച്ചേക്കാം. നമ്മൾ ലോഡ് കയറ്റി പടുത ആക്കിയിട്ട് കെട്ടി. ഇപ്പം നമുക്ക് വേപ്പിച്ചിൽ പോയി തൂക്കിയിട്ട് വരണം. ഇപ്പം ഇത് നല്ലൊരു കുത്ത് കയറ്റോ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഇത്ര ലോഡും കൊണ്ട് അത്രയും താഴേന്ന് കയറി വരുന്നത് ആദ്യമല്ലേ? കെട്ടിത്തീർന്നില്ല. എന്നാന്നറിയോ, വേവറേജ് അല്ല ആള് പോകുന്നത്. പിന്നെ വേവറേജ് തൂക്കച്ചിട്ടായാൽ മാത്രമേ നമുക്ക് ബില്ല് കിട്ടുള്ളൂ. തൂക്കത്തിനനുസരിച്ചാണെന്ന് തോന്നുന്നു. ഇനി വേവറേജാ കയറുമ്പോൾ ഇതുപോലെ നിൽക്കുന്ന സംഭവങ്ങൾ ഭയങ്കര ഡേഞ്ചറാണ്. കറക്റ്റ് സൈഡിൽ കൂടെ കയറിപ്പോയത്. ടയർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ടയർ പോകും. 24,400 അതുകൊണ്ട് കുഴപ്പമില്ല. പോട്ടെ. സൈഡ് പറയാൻ നമ്മുടെ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ചെറുതായിട്ട് റൈറ്റിലേക്ക് ഓടിച്ചു നോക്കൂ, ചെറുതായിട്ട്.
പോട്ടെ 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 പോട്ടെ. നേരെ നേരെ ആയിക്കോ. അപ്പോൾ നമുക്ക് പിന്നെ ഞാനേ അവിടെ ഈ അങ്ങോട്ട് ഇനി പോകണ്ട, അവിടെ ഭയങ്കര ഇറക്കല്ലേ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയാൽ മതി. ഞാൻ പോയി ബില്ല് മേടിച്ചോണ്ട് വരാം. വരുന്നോ? എന്നാ വണ്ടി കിട്ടും? രണ്ടുപേരും പോരെ. ഇപ്പോഴേ ബില്ലിന് ശകലം താമസമുണ്ടോ? നേരത്തെ നമുക്ക് കയറ് ബാക്കി കെട്ടാനുള്ള കെട്ടാം. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് മൊത്തം കെട്ടി തീർക്കാതെ പോയതാണ്. അത് തന്നെയല്ലേ, ലോഡ് കൂടുതലുണ്ടെങ്കിൽ തിരിച്ചിറക്കുകയും ചെയ്യണമല്ലോ. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ടാ മഴ കഴിഞ്ഞതിന്റെ കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല തണുപ്പ്. അച്ഛേ എന്നോട് ഈ ബയ്യ പറഞ്ഞു അവിടെ ആരും ഇതുപോലെ സ്പീഡിൽ എടുത്തോണ്ട് വരുന്നല്ലെന്ന്. അപ്പൊ ബില്ലൊക്കെ കിട്ടിയല്ലോ, ഇനി പോലോ. ബില്ലെല്ലാം കിട്ടി, ഇനിയിപ്പോ നമുക്ക് പോയാൽ മതി. എങ്ങനെ മുത്തേ, കഴിച്ചിട്ട് പോകുന്നോ? വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോവാം. കഴിച്ചിട്ട് പോയേക്കാം. ഇനിയിപ്പോ കട തപ്പി അല്ലെങ്കിൽ പോകുമ്പോൾ കുറേ സമയമായി. ഇപ്പൊ 8:45 8:45. കാര്യം നേരത്തെ അവർ കയറ്റാനൊക്കെ തുടങ്ങിയ നേരത്തെ കയറ്റി കഴിയുകയും ചെയ്താ. പക്ഷെ അത് കഴിഞ്ഞ് പടുതാക്കിയിട്ട് തൂക്കി വെയിറ്റ് ഒക്കെ എടുത്ത് അവിടെ ചെന്ന് ബില്ലൊക്കെ അടിച്ചു വന്നപ്പോൾ ഇത്ര സമയമായി. എന്നാലും നല്ല കമ്പനി ആയിരുന്നു അല്ലേ? അതെ, നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അതെ, നീറ്റ് ആൻഡ് ക്ലീൻ. അല്ല, മൊത്തം പരിസരമൊക്കെ ആണെങ്കിലും പരിസരമൊക്കെ അവർ നല്ലപോലെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പിന്നെ എന്നാ പറയുന്നേ, ഈ കമ്പനികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അവരെ സ്റ്റാഫൊക്കെ ആണെങ്കിലും പോകുന്നേരം വന്ന് പറഞ്ഞിട്ടാ പോയത്. നല്ല ആൾക്കാർ. ഞാൻ ഓർത്ത് നമ്മള് മടുത്തു പോവായിരിക്കും നിന്നാണെന്ന് കമ്പനി കയറി എക്സ്പീരിയൻസ് വെച്ചിട്ട് അധികം പ്രതീക്ഷിച്ചോന്ന്. പക്ഷെ നല്ലതായിരുന്നു. അതുകൊണ്ട് പിന്നെ ലോഡും കറക്റ്റ് ക്യാബിൻ ലെവലേ ഉള്ളൂ. അതെ അതെ. അപ്പം വേറെ കെട്ട് ഞാനിവിടെയൊക്കെ കൂടി കെട്ടിയെങ്കിലും കെട്ടത്ര ഒരു 100% എനിക്ക് തൃപ്തി ആയില്ല. അവർക്ക് കെട്ടാൻ വലിയ പരിചയമില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ നമ്മൾ ലോഡും കയറ്റി ബില്ലും കിട്ടി ഫുഡും കഴിച്ചു. ഇനിയിപ്പോൾ നേരെ നേപ്പാളിന് വിട്ടേക്കാം. ടയർ നോക്കണം. അതെ, കല്ല് കുത്തണം. അതെ, കുഞ്ഞിക്കിളിയുടെ കല്ല് കുത്തി എടുത്തുകൊണ്ട് വാ. അധികം കല്ലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. ആരാ ഓടിച്ച പിന്നെ എങ്ങനെ അധികം കല്ലുണ്ടാവും? ടോർച്ച് അടിച്ച് കാണിക്കണോ? വേണ്ട, നമ്മൾ വല്ല സഹായവും വേണമെന്നു. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി മുത്തിനാ അല്ലേ? അതെ, വേഗം പിന്നെ നേരെ ടു കാഠ്മണ്ഡു. അതെ. നമുക്കിനി ഡീസൽ അടിക്കണമല്ലോ. അതെ, നമ്മൾ ചിക്കമംഗളൂർ ടൗണിലേക്ക് ലെഫ്റ്റിലേക്ക് പോകും. നമുക്ക് റൈറ്റിലേക്ക് പോകാം. കണ്ണൂർ പോകും. ചിക്കമംഗളൂർ ഏതൊക്കെയാലും നല്ല അടിപൊളി ഒരു ഹിൽ സ്റ്റേഷനാണ്. എപ്പോഴും നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഹിരേമംഗളൂരു. ഇപ്പോൾ ഹിരേമംഗളൂരു ഉണ്ടല്ലോ, എത്ര മംഗളൂരുണ്ട്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി ആരംഭിച്ച സ്ഥലമാണ് ചിക്കമംഗളൂരു. അതുപോലെ തന്നെ കൊടക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്നത് ഇവിടെ. അതെ, ആ കൂളൻ ടാങ്കിൻ്റെ ഒരു സെൻസറുണ്ട്. ആ സെൻസർ പോയിട്ടാണ് ഈ അലാറം അടിക്കുന്നത്. പക്ഷെ രാവിലെ വരെ വലിയ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളായിരുന്നു. ഇപ്പൊ കുറെ നേരമായിട്ട് ഇതിങ്ങനെ ഓണായി നിൽക്കുക. പാട്ടാന്ന് വിചാരിച്ചാ മതി. നാളെ ആയിക്കോട്ടെ, നാളെ നമുക്ക് എവിടെയെങ്കിലും കയറി അത് മാറ്റാം. അതെ, ടാങ്ക് പോകുന്നതിന് മുന്നേ എന്റെ ചെവി മിക്കവാറും അടിച്ചു. ടാങ്ക് പോവുകയല്ല, അതിന്റെ സെൻസറിന്റെ പ്രശ്നമാണ്. സെൻസറിന്റെ കാര്യം ഉദ്ദേശിച്ച മാറി പറഞ്ഞു. നമ്മളെ ചെറിയൊരു ഘാട്ട ഇറങ്ങുന്നത്. അപ്പൊ 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ നേപ്പാളിലേക്ക് പോവാണ്. അതെ, നേപ്പാളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പഴല്ല, അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പോഴും ചെറുതായിട്ട് നടക്കുക. പക്ഷെ അന്ന് ഞങ്ങള് ലോറിയും കൊണ്ടല്ല പോയത്, അതുകൊണ്ട് നടന്നൊന്നും അല്ല പോയല്ലേ, പറന്നാ പോയത്. പക്ഷെ പറന്നു പോയെന്ന് പറയാൻ പറ്റില്ല, വഴി വളരെ മോശമായിരുന്നു. സുമോയിൽ എന്ത് പാടുപെട്ടാ പോയെന്നറിയോ? അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. തോട്ടിക്കൂടെ ആറ്റിക്കൂടെ ഒക്കെ ഇറങ്ങിയല്ലേ. പണ്ടത്തെ പോലുള്ള മറ്റേ ഇരുമ്പ് പാലങ്ങളും മറ്റേ ഈ റോപ്പിൽ വലിച്ചു കെട്ടിയേക്കുന്ന പാലങ്ങളില്ലേ ആൾക്കാർക്ക് നടക്കാനുള്ള, അതുകൊണ്ടായിരുന്നു. ഒത്തിരി പാലങ്ങളുണ്ടായിരുന്നു. അല്ല, അത് വേറെ ആ പാലത്തെ കൂടെ അല്ല പോയേ, പാലം കണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇപ്രാവശ്യം നമ്മള് പിന്നെ ഇതും കൊണ്ട് തൂക്കുപാലം ഇല്ലേ,
അതെ. അങ്ങനെ ഒത്തിരി തൂക്കുപാലം ഉണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലോട്ട്. മലയിലേക്ക്. അതുപോലെ അത് അവിടെ ചെന്നാ നമ്മള് കണ്ടല്ലേ. അതേപോലെ ഈ വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്നറിയോ? റോഡ് സൈഡിൽ അവരിടത്തുനിന്ന് ഒരു റോപ്പ് ഉണ്ടായിരിക്കും, മലയിലേക്ക് കണക്ട് ചെയ്തേക്കുക, എന്നിട്ട് അതേൽ ഇങ്ങനെ കയറ്റി വിടുക. വഴിയില്ല, അതുകൊണ്ടാ നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉള്ളൂ. അങ്ങോട്ട് മലമണ്ടയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ. നമ്മളെ ഈ ട്രിപ്പ് ഇതുവഴിയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് റെക്സോൾ ബോർഡർ വഴിയല്ലേ പോയത്? ഇത് സൊനോലി ബോർഡർ വഴിയാ പോകുന്നത്. യുപിയിലെ ഉത്തർപ്രദേശ്. നമ്മളന്ന് ബീഹാറിലെ ബോർഡറിൽ കൂടെ. റെക്സോൾ ബോർഡർ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതെ അതെ അതെ. എനിക്ക് എന്തായാലും ഈ തവണ പോകുമ്പോ നല്ല എക്സ്പീരിയൻസ് ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് ട്രക്കിംഗ് പ്ലാനുകളൊക്കെയാണ് എന്റെ മെയിൻ ഉദ്ദേശം. നടക്കോ അറിയില്ല, ചെല്ലുമ്പോ നമുക്ക് നോക്കാം, സാഹചര്യം പോലെ കൈകാര്യം ചെയ്യാം. ചോട്ടാ ഭീമില് കണ്ട കാഠ്മണ്ഡുവിന് ഞാൻ അങ്ങനല്ല, യോധ സിനിമ കണ്ടപ്പോൾ തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കാഠ്മണ്ഡുവിനൊക്കെ പോകാൻ പറ്റുമോന്ന്. ഞാനും അതാ ഇപ്പൊ ഓർക്കുന്നത്. എന്നാന്നറിയോ, പണ്ട് നമ്മൾ ഈ പത്രത്തിൽ ഓരോ വാർത്തയൊക്കെ വരുമ്പോ കാഠ്മണ്ഡു എന്നൊക്കെ കേൾക്കുമ്പോഴേ അപ്പൊ അവിടെ പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല, അത് ഞാൻ ഈയിടെ ഇന്നാൾ പറഞ്ഞില്ലേ, ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ എന്നൊക്കെ പറയുമ്പോഴേ അവിടെ നിന്ന് പോകാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചെറുപ്പത്തിൽ ഓർത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പൊ ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ ഒക്കെ സ്ഥിരം മൊത്തം കാണാപ്പാടുവാ. ഒരു പ്രാവശ്യം കാശ്മീർ പോകണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. എത്ര പ്രാവശ്യം പോയി? 6 പ്രാവശ്യം പോയി. നമ്മുടെ കൂളൻ ടാങ്കിന്റെ സെൻസർ പോയതാ. ഇപ്പൊ ശാലം നേരം സമാധാനമായിട്ട് അലക്കാതിരിപ്പുണ്ട്. ടോൾ ബൂത്ത് ഒക്കെ പണിതിട്ടേ ഉള്ളൂ, ചാലു ആയിട്ടില്ല. ഇതിപ്പോ 4 ലൈൻ ആക്കിയതാന്ന് തോന്നി ഈ റോഡ്. ലൈൻ അവിടം വരെ ഉള്ളായിരുന്നു, ടോൾ ബൂത്തിന്റെ അവിടെ വരെ ഉള്ളൂ. 4 ലൈൻ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ് മതി. നല്ല വഴിയല്ലേ, വണ്ടികളൊക്കെ വഴിയിൽ വളരെ കുറവല്ലേ? ഈ വഴിക്ക് വളരെ കുറവാ. ഇതൊക്കെ പറഞ്ഞാലേ മൊത്തേ കോ ഡ്രൈവറെ കൊണ്ട് തന്നെയാണല്ലോ പണിയപ്പേര്. മെയിൻ ഡ്രൈവർ ഇന്ന് വണ്ടി ഓടിച്ചിട്ടില്ല. ഇന്ന് വണ്ടി ഓടിയോ? അധികം രാവിലെ കുറച്ച് ദൂരം ഓടിയല്ലേ ഉള്ളൂ. ഞാൻ ഓടിക്കാന്ന് ഇപ്പൊ പറഞ്ഞ കഞ്ഞി വെച്ച് സ്നേഹത്തില് ഞാൻ പറഞ്ഞ ഓടിക്കണമെന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ ഇപ്പൊ അന്നേരം എന്നോട് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വരെ നമ്മള് പറന്നാ വന്നേ, നടന്നാ പോണേ. അപ്പൊ കാലി അങ്ങ് പോവായിരുന്നേ നല്ലതായിരുന്നു അല്ലേ? കാലി പോയ ഒരു സുഖമില്ല. കാലി ഭയങ്കര കുലുക്കല്ലേ. എനിക്ക് സുഖാ. ഇല്ല, വണ്ടിയെ കിടന്ന് ഉറങ്ങാൻ ഇപ്പൊ എന്നാ സുഖമാ ഇങ്ങനെ ലോഡുണ്ടെങ്കില്. വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ല സുഖമാ. പിന്നെ ഓടിക്കാൻ ഇച്ചിരി അല്ല നേരെ പോയി. നല്ല വഴിയാണെ കുഴപ്പമൊന്നുമില്ല. കയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേപ്പാളിലേക്ക് കയറുമ്പം ഹിൽസ് ആയിരിക്കും. കാഠ്മണ്ഡു എടുക്കാറാകുന്നിടത്ത് കുറെ ദൂരം നല്ല കയറ്റമുണ്ട്. ബാക്കി എന്ന് പറഞ്ഞാൽ വലിയ കയറ്റം ഇറക്കമൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. ഇത് സ്ലോപ്പ് ആയിട്ടുള്ള ഇറക്കാം. ചെറിയൊരു കയറ്റമാണ് നമ്മൾ കയറി വന്നത് ഇപ്പൊ. അതെ, നല്ല മല കയറിയല്ലേ ചിക്കമംഗളൂർക്ക് ചെന്നത്. അതെ, ഇപ്രാവശ്യം വേണല്ലേ നമുക്കൊരു രാത്രി ഒരു 10-12 മണി വരെയൊക്കെ ഓടിയിട്ട് പിന്നെ കിടന്നുറങ്ങാം. എന്നിട്ട് വെളുപ്പിനെ എണീറ്റ് പോരാ 6 മണിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ വാ അല്ലേ? ഇഷ്ടം പോലെ സമയമുണ്ട്. ഇതെല്ലാം വെറുതെ ഒന്നുമില്ല, ചീഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ല. അത് തന്നെയല്ല, ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി 3-4 ദിവസം അവിടെ കിടക്കേണ്ടി വരുവേ. ശരിയാണ്. നേരത്തെ എന്നാലും താമസിച്ചാലും നമ്മൾ അവിടെ കിടക്കണ്ടേ? അത് കുറച്ച് ദിവസം, കുറഞ്ഞതൊരു 3 ദിവസമാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 3-4 ദിവസമൊക്കെ അവിടെ കിടക്കേണ്ടി വരും. നമ്മൾ അന്ന് എത്ര ദിവസം കിടന്നു? 2 ദിവസം കണ്ടല്ലേ കിടന്നേ? 2 ദിവസം. അന്ന് 2 ദിവസമായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, 2-3 ദിവസമെങ്കിലും എങ്ങനെയാണെങ്കിലും ബോർഡറിൽ കിടക്കുന്നത്. ആ ബോർഡർ അല്ലല്ലോ ഈ ബോർഡർ അല്ലേ? ഇവിടെ തിരക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാ മെയിൻ ബോർഡർ. ശിവമോഗ, നേരെ ശിവമോഗ പോകുന്ന റൂട്ടാട്ടോ. നമുക്ക് റൈറ്റ് ആയി കഡൂരു, മോളിക്കൂടെ റെയിൽവേ ലൈനാ. ഇപ്പോൾ ഒരു ട്രെയിൻ അതിലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിലെ കഡൂരു എത്തി. കഡൂരു ഓട്ടോ സ്റ്റാൻഡ് ഇതുണ്ടോ? അതല്ലോ, സെറ്റപ്പ് ഓട്ടോ സ്റ്റാൻഡ് ആണല്ലോ. 2 ലൈനുണ്ട് കേട്ടോ. നല്ലൊരു ടൗൺ ആണെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം ക്ലീൻ ആയിട്ട് കിടക്കുന്നു.
ആ വണ്ടിക്കകത്തുണ്ട്, പുറകിൽ ആൾക്കാരാ ഇരുന്ന് ഉറങ്ങാം. അംബേദ്കറുടെ ഒരു സ്റ്റാച്ചു അത്. ഇത് കണ്ടോ, ടാക്സി സ്റ്റാൻഡ് കണ്ടോ, അടിപൊളി ഷെഡ് അല്ലേ. പക്ഷെ ഇച്ചിരി പൊക്കം കൂടിപ്പോയെന്ന് തോന്നുന്നു. നല്ലതാ, എന്നാ ചൂടധികം അടിക്കുകയല്ലോ. പിന്നെ അതല്ലേ, ബസ് വരെ ഇടാം, കുഞ്ഞു ബസ് ട്രാവലറൊക്കെ ഇടാമല്ലോ. കടൂര് നല്ലൊരു സിറ്റിയാ കേട്ടോ. ഞാനോർത്ത് ചെറിയ ടൗൺ ആയിരിക്കുമെന്നോ വെറുതെ. അത്ര ചെറുതല്ല, വലുതാ. ഈ കടൂരിലെ പ്രധാന കൃഷി അടയ്ക്കായും തെങ്ങുവാ, അരക്കനെട്ടും തേങ്ങായും. തേങ്ങായും കരിക്കും ഒക്കെ ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. നമുക്കേ എവിടെയെങ്കിലും ഒതുക്കിയേക്കാം, എന്നിട്ട് രാവിലെ പോവാം. സമയം 12 മണിയായി. അത് നമ്മള് ഹൈവേയിലേക്കല്ലേ കയറുന്നത്? അതെ. ഹൈവേ കണ്ടപ്പോ ഒരു സന്തോഷം. ഇനി നമുക്കും പറക്കാം നടന്നു മാറ്റി. അല്ല, ഇതില് ഈ വഴിയാണേലും വണ്ടി തിരക്കൊന്നുമില്ല, നല്ല വഴിയല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. കയറ് കെട്ടിയിട്ട് അതിനകത്ത് കയറിയിരിക്കുക. എന്നാ അപകടം ഇങ്ങനെ ഇരുന്ന് പോകുന്നതല്ലേ. ഇവരെവിടെയെങ്കിലും ക്ഷേത്രത്തിലോ വല്ലതും പോകുന്നതാണോ അല്ലേ? എവിടെയെങ്കിലും പോയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഹൈവേയുടെ പണി പൂർണ്ണമായിട്ടും പൂർത്തിയായില്ലെന്ന് തോന്നുന്നു. വെറുതെ ആശിച്ചല്ലേ മുത്തേ. സർവീസ് റോഡിൽ കൂടെ വണ്ടി പോകുന്നത്. അടുത്ത പമ്പിൽ ഒതുക്കിക്കോ. ചന്നഗിരി 52 കിലോമീറ്റർ. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു പമ്പ് കണ്ടു, എന്നാൽ ഇവിടെ ഒതുക്കാന്ന് വെച്ചു. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാം. അതിൻ്റെ അകത്തോട്ട് കയറ്റിട്ടോ. പമ്പിൻ്റെ തന്നെ പാർക്കിങ്ങാണ്. അത് മതിയായിരിക്കും, മതി. അപ്പോൾ സമയം 12:30 ആകാറായി. മുത്താണെ കുറച്ചു നേരം അവിടെ ഓടിക്കാന്ന് പറഞ്ഞാ. നിങ്ങൾ പറഞ്ഞു വേണ്ട, ഇനി നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോകാന്ന് പറഞ്ഞു അല്ലേ? കുറച്ചുകൂടെ പോയായിരുന്നു. അതെ, സമയമുണ്ടല്ലോ ഇനി. അതെ. അപ്പം നേപ്പാളിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.